പ്രോബബിലിറ്റി ഇവൻറ്റ്സ്. ഇതിലെ ഇവൻറ്റ്സിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രോബബിലിറ്റി എന്നതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. ദ സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ഈസ് കാൾഡ് ഇവൻ്റ്. എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ 2 coins are tossed. The sample space S is equal to HH, HT, TH, TT. Getting 2 heads, getting at least 1 head, getting 2 tails, getting at least 1 tail. അതായത് ഈവൻ നമ്പർ കിട്ടുന്നത് നമുക്ക് ഈവൻ്റ് ആയിട്ട് തന്നെ പറയാം. 4 വിധം ഇവൻറ്റ്സുകളാണുള്ളത്. ഷുവർ ഇവൻറ്റ്, ഇമ്പോസിബിൾ ഇവൻറ്റ്, സിമ്പിൾ ഇവൻറ്റ്, കോമ്പൗണ്ട് ഇവൻറ്റ്. ആദ്യം ഷുവർ ഇവൻറ്റ്. ഇഫ് ഇറ്റ് ആൾവേസ് ഒക്കർ. ഇത് നിർബന്ധമായും നടക്കുന്ന ഒരു ഇവൻ്റാണ്. എക്സാമ്പിൾ എ ഡൈ ഈസ് ത്രോൺ. ഒരു ഡൈ ത്രോ ചെയ്യുകയാണെങ്കിൽ ഷുവർ ആയിട്ടൊരു നമ്പർ കിട്ടും. എക്സാമ്പിൾ ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 7. അടുത്ത ഇവൻ്റാണ് ഇമ്പോസിബിൾ ഇവൻറ്റ്. ഇഫ് ഇറ്റ് നെവർ ഒക്കർ. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു ഇവൻ്റാണ് ഇമ്പോസിബിൾ ഇവൻ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 6. 6ൽ കൂടുതൽ നമ്പർ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഇവൻ്റാണ് ഇമ്പോസിബിൾ ഇവൻറ്റ്. സിമ്പിൾ ഇവൻറ്റ്. ഇറ്റ് ഹാസ് ഓൺലി 1 സാമ്പിൾ പോയിൻ്റ്. ഒരു ഇവൻറ്റിൽ ഒരു സാമ്പിൾ പോയിൻ്റ് മാത്രമുള്ളത്. എക്സാമ്പിൾ ഗെറ്റിംഗ് ആൻ ഈവൻ പ്രൈം നമ്പർ. അതായത് ഒരു ഡൈ ത്രോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ഇവൻറ്റിലെ പ്രൈം നമ്പർ 2 മാത്രമായിരിക്കും. കോമ്പൗണ്ട് ഇവൻറ്റ്. ഇറ്റ് ഹാസ് മോർ ദാൻ 1 സാമ്പിൾ പോയിൻ്റ്. ഒന്നിലധികം സാമ്പിൾ പോയിൻ്റ് കിട്ടുന്നതിനെ നമ്മൾ കോമ്പൗണ്ട് ഇവൻറ്റ് എന്ന് പറയുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ അതായത് 2, 4, 6. ഇത് ഒന്നിലധികം കിട്ടുന്നതിനെ നമ്മൾ കോമ്പൗണ്ട് ഇവൻ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് യൂണിയൻ. എ ഓർ ബി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് എ യൂണിയൻ ബി. സെറ്റ് ഓഫ് ആൾ എലമെൻറ്റ്സ് വിച്ച് ആർ എയ്തർ ഇൻ എ ഓർ ബി ഓർ ബോത്ത്. അതായത് 2 ഇവൻ്റ് നടക്കുന്ന സമയത്ത് ആ 2 ഇവൻ്റിലുള്ള എല്ലാ എലമെൻറ്റും യൂണിയൻ ചെയ്താൽ അതിനെ യൂണിയൻ എന്ന് പറയുന്നു. ഇതാണ് യൂണിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ്റർസെക്ഷൻ. എ ആൻഡ് ബി. It is denoted as A intersection B. Set of all elements which are common to both A and B. 2 ഇവൻറ്റിൽ കോമൺ എലമെൻ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നു. എക്സാമ്പിൾ 2 coins are tossed. ഫസ്റ്റ് വൺ ഈസ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡും അതിൽ ലഭിക്കും. ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ആൻഡ് 1 ടെയിൽ. ഇതും നമുക്ക് ഇൻ്റർസെക്ഷനിൽ ലഭിക്കുന്നതാണ്. കോംപ്ലിമെൻറ്റ്. നോട്ട് എ എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുക. നോട്ട് എ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് എ കോംപ്ലിമെൻറ്റ്. ഇതിലുള്ള ഏതെങ്കിലും ഒരു സിമ്പലാണ് കോംപ്ലിമെൻറ്റ് എനെ ഡിനോട്ട് ചെയ്യൽ. അതിൽ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ഡൈ ത്രോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 coins are tossed. ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ഓർ 1 ടെയിൽ. അതായത് എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു സാമ്പിൾ സ്പേസ് മൈനസ് ആ ഇവൻറ്റ് ചെയ്യാം. അതായത് ആ ഇവൻറ്റിലുള്ളത് ഒരിക്കലും കോംപ്ലിമെൻറ്റ് ഉണ്ടായിരിക്കുകയില്ല എന്നതാണ് കോംപ്ലിമെൻറ്റ് ഇവൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്. അതായത് ദ ഇവൻറ്റ് കനോട്ട് ഒക്കർ സൈമിൾട്ടേനിയസ്ലി. അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ് എന്ന് പറയുന്നത് 2 ഇവൻറ്റ് തന്നു കഴിഞ്ഞാൽ ആ 2 ഇവൻറ്റിലും സെയിം എലമെൻറ്റ് അതായത് സാമ്പിൾ പോയിൻ്റ് ഉണ്ടായിരിക്കുകയില്ല എന്നതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റിൽ പറയുന്നത്. ഇതിനെ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ് എന്നാണ് പറയുന്നത്. അതായത് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. സച്ച് സെറ്റ്സ് ആർ കോൾഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്. എക്സാമ്പിളിലൂടെ തന്നെ പരിശോധിക്കാം. 2 ഇവൻറ്റ് ഡിഫറെൻ്റ് ആയാൽ 2 ഇവൻറ്റിലെ ഡിഫറെൻറ്റ് എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ കോമൺ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കുകയില്ല. 2 coins are tossed. ഇനി എ ആൻഡ് ബി. ഗെറ്റിംഗ് ഹെഡ്സ് ഫോർ 2 coins. ഗെറ്റിംഗ് ടെയിൽസ് ഫോർ 2 coins. അതായത് കോമൺ എലമെൻ്റ് ഇല്ലാത്തത് കാരണം ഇതെന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്ന് പറയുന്നത് നൾ സെറ്റ്. എസ്ഹോസ്റ്റീവ് ഇവൻറ്റ്. ഇഫ് ദർ യൂണിയൻ ഈസ് സാമ്പിൾ സ്പേസ് ഈസ് കാൾഡ് എസ്ഹോസ്റ്റീവ് ഇവൻറ്റ് എന്ന് പറയുന്നു. എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ 2 coins are tossed. എസ് ഇസ് ഈക്വൽ ടു HH, HT, TH, TT. ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് HH, HT, TH. ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 ടൈൽ എന്ന് പറയുന്നത് HT, TH, TT. അതായത് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു സാമ്പിൾ സ്പേസ് ആണെങ്കിൽ അതിനെ എസ്ഹോസ്റ്റ് ഇവൻറ്റ് എന്ന് പറയുന്നു.